സ്റ്റാർ സിംഗർ സീസൺ 10ൻ്റെ 49ാമത്തെ എപ്പിസോഡിൽ കണ്ടസ്റ്റൻസിന് കിട്ടിയ മാർക്സ് ഒക്കെ ഒന്ന് നോക്കാം. ഫ്ലൈറ്റ് മിസ്സായതിനാൽ മഹാഗുരു ചിത്ര ചേച്ചിക്ക് ഈ എപ്പിസോഡിൽ പങ്കെടുക്കാനായിട്ടില്ല. പ്രശസ്ത സിനിമാ താരം ജഗദീഷാണ് ഈ എപ്പിസോഡിൽ ജഡ്ജായി എത്തിയിട്ടുള്ളത്. കാണികൾക്കിടയിൽ ഒരാളായാണ് ജഗദീഷ് ഏട്ടൻ ഇരുന്നിരുന്നത്. മികച്ചൊരു പാട്ടുകാരൻ കൂടിയാണ് ജഗദീഷ് ഏട്ടൻ. 3 പേരും കൂടിയാണ് ടോസ് ചെയ്യുന്നത്. കോൺവെൻറ്റ് സ്കൂളിനാണ് ഇത്തവണ ടോസ് ലഭിച്ചത്. ഗുരുകുലത്തിന് ആദ്യം പാടാനായി അയക്കുന്നു. ഈ എപ്പിസോഡിൽ മിക്സായിട്ടാണ് പാടുന്നത് ഗുരുകുലവും കോൺവെൻറ്റ് സ്കൂളും. സെലിബ്രേഷൻ റൗണ്ടിന് മുന്നേ ഉണ്ടായിരുന്ന റിട്രോ വേഴ്സസ് മെട്രോ റൗണ്ട് തന്നെയാണ് ഇതിലും കണ്ടിന്യൂ ചെയ്യുന്നത്. റൗണ്ടിൽ ആദ്യമായി പാടാനെത്തുന്നത് അർജുൻ കേസിയാണ്. അലൈ പായുതേ എന്ന സൂപ്പർ ഹിറ്റ് റൊമാൻറ്റിക് മൂവിയിലെ സഖിയേ സഖിയേ എന്ന് തുടങ്ങുന്ന ഗാനമാണ് അർജുൻ പാടുന്നത്. ഇമോഷണലായി അവതരിപ്പിച്ച ഈ ഗാനത്തിന് അർജുന് ലഭിച്ചത് 99.5 മാർക്കാണ്. അടുത്തതായി പാടാനെത്തുന്നത് ശിവപ്രിയ സുരേഷാണ്. തോമസ് ലീഹ എന്ന പഴയകാല ചിത്രത്തിലെ വാണിയമ്മ പാടി അതിമനോഹരമാക്കിയ ധും തന എന്ന് തുടങ്ങുന്ന ഗാനമാണ് ശിവപ്രിയ പാടുന്നത്. ഇടയ്ക്ക് ചില തെറ്റുകൾ വരികയും അത്ര നന്നായി അവതരിപ്പിക്കാൻ പറ്റാതിരിക്കുകയും ചെയ്തതിനാൽ ശിവപ്രിയയ്ക്ക് ലഭിച്ച മാർക്ക് 97.5 അടുത്തതായി പാടാനെത്തുന്നത് കോൺവെൻറ്റ് സ്കൂളിൻ്റെ വൈശാഖനാണ്. പുള്ളിമാൻ എന്ന പഴയകാല ചിത്രത്തിലെ ദാസേട്ടൻ പാടി അനശ്വരമാക്കിയ ചന്ദ്രബിംബം നെഞ്ചിലേറ്റും പുള്ളിമാനെ എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഗാനമാണ് വളരെ മികച്ച രീതിയിൽ ഗംഭീരമായി തന്നെ വൈശാഖൻ അവതരിപ്പിച്ചത്. ഈ ഗാനത്തിന് ജഡ്ജസ് 3 പേരും കൂടി എഴുന്നേറ്റ് ഗോൾഡൻ ബസർ അടിക്കുകയാണ് ചെയ്തത്. റിട്രോ വേഴ്സസ് മെട്രോ റൗണ്ടിൽ അടുത്തതായി പാടാനെത്തുന്നത് പവിത്ര പത്മകുമാറാണ്. മകൾക്ക് എന്ന ചിത്രത്തിൽ പ്രശസ്ത ഗായിക മഞ്ജരി പാടിയ അതിമനോഹരമായ ഗാനമാണ് പവിത്ര പാടിയത്. മുകിലിൻ മകളെ എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഗാനം ഗംഭീരമായി അവതരിപ്പിച്ച് 99.5 മാർക്ക് നേടി. അവസാനമായി പാടാനെത്തുന്നത് ദിൽരാജ് ഗോപിയാണ്. മദനോത്സവം എന്ന ചിത്രത്തിലെ ദാസേട്ടൻ പാടി അനശ്വരമാക്കിയ സാഗരമേ ശാന്തമാകനി എന്ന എവർഗ്രീൻ ഗാനമാണ് ദിൽരാജ് പാടിയത്. മികച്ച രീതിയിൽ അവതരിപ്പിച്ച ഈ ഗാനത്തിന് 99 മാർക്കാണ് ദിൽരാജിന് ലഭിച്ചത്. ഇന്നത്തെ പെർഫോമർ ഓഫ് ദ ഡേ വൈശാഖനാണ്. വൈശാഖൻ്റെ ഗംഭീര പെർഫോമൻസിന് ഗോൾഡൻ സ്റ്റാർ ലഭിച്ചിരുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത്.